ഒന്ന് വീടിന്റെ ആൻസി കൊച്ചേ. അപ്പൊ മോനെ പോലെയല്ല സാറമ്മയ്ക്കനെ നന്നായിട്ട് അറിയാം. വെരി ഗുഡ്. ഇവിടെ വന്നെന്നെ കണ്ണുവത്താനേ, നീ അല്ലാതെ പിന്നെ വേറെ ആരാ വരുന്നേ? അതെ, എന്നാത്തിന് ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നേ? ചെറുക്കനെ കൊണ്ടൊരു പെണ്ണൊറ്റ ചൂടായോ? അതെങ്ങനെയാ അവന്റെ വാലെ തൂങ്ങി കുഞ്ഞുനാള് പോലും എടുത്തേങ്ങ് നടക്കല്ലേ? ആണോ? എന്നാ പിന്നെ വാലെ തൂങ്ങിയും കെട്ടാൻ പറ. എന്നാത്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? പിന്നില്ലേ സാറാമേ, കുറച്ച് വീട്ടിലിരുന്ന് മെഗാ സീരിയലൊക്കെ കാണണം കേട്ടോ. അതെന്തോന്നിനാ? എന്നാലല്ലേ കുറച്ച് അമ്മായിമ്മ പോരൊക്കെ പഠിച്ച ഒരു ഓളൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല വീട്ടില്. ഒന്ന് പോടി അവിടെ, ആ ചായ ഇട്ട് തരാം. അതെ അതെ, നമ്മുടെ നന്മമാരെ എവിടെ? പുൽപ്പാറയിൽ ജീപ്പും കൊടുത്തേച്ചിങ് വന്നതായിരുന്നു. കഞ്ഞിയും കുടിച്ചിരുന്നപ്പോ ആരോ ഫോൺ ചെയ്തു, ചാടി അങ്ങ് പോണതും കണ്ടു. അതല്ലേലും നമ്മുടെ ചെക്കന് നമ്മളെക്കാളും വലിയ നാട്ടുകാരാണല്ലോ. ഇതിപ്പോ എന്താണോ പുതിയ കുരിശ്? എന്നതാ കുഞ്ഞുവന്റെ തീരുമാനം? നീ ഇങ്ങനെ ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പടിഞ്ഞാറോട്ട് നോക്കിയിരുന്ന എങ്ങനെ കുഞ്ഞുവനെ? ഒരു കൊള്ളാവുന്ന സ്കൂളിൽ, അതും ഹയർ സെക്കൻഡറിയിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം കൊടുക്കണമെന്നാ? നിന്റെ വീടും പറമ്പും വിറ്റാ പോലും അതിന് തികയത്തില്ല, അറിയോ? അറിയാലോ, തലയിലെടുത്ത പൊന്താത്ത കടങ്ങളും ഒരു കുടുംബം എന്നെ ഏൽപ്പിച്ചിട്ടാ അപ്പച്ചൻ പോയത്. ഞാനും എൻ്റെ അമ്മച്ചിയും കഷ്ടപ്പെട്ടിട്ടാ ആ കടങ്ങളൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതിനിടയിൽ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതെ കുത്തിയിരുന്ന് പഠിച്ചതായി ചായ. എനിക്കൊരു അധ്യാപകനാവണം. എനിക്ക് വിശ്വാസമുണ്ട് ചായ, ഞാൻ ശ്രമിക്കുന്നുമുണ്ട്. PSC വഴിയല്ലേ ഒലത്തും വെറുതെ ഒരു പെണ്ണിന്റെ ജീവിതം കളയാനായിട്ട്. അതുപോട്ടെ, പിന്നെ ഞാൻ നിന്നെ വിളിപ്പിച്ചത് ആൻസിയുടെ കാര്യം പറയാൻ വേണ്ടിട്ടാ. നമ്മുടെ അപ്പന്മാര് തമ്മിൽ പണ്ടൊരു വാക്ക് പറഞ്ഞു എന്നുള്ളത് നേരാ. അത് മനസ്സിലിട്ടുകൊണ്ട് നിങ്ങൾ കുറച്ച് അടുത്തിടപഴകുന്നുള്ളത് നേരാ. എന്ന് വെച്ച് കുഞ്ഞോനെ, അവക്കൊരു നല്ല ആലോചന വന്നിട്ടുണ്ട്. അവർ അമേരിക്ക സെറ്റിൽഡാ. ഇവിടെ നിന്റെ ആ ഫ്രെഡിയുടെ ഒക്കെ ഇടയിൽ നിന്ന് പോയി എന്റെ കൊച്ചെങ്കിലും കുറച്ച് മനസ്സമാധാനമായിട്ട് ജീവിക്കട്ടെ. നീ വിവരമുള്ളവനാ. കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവും. സെന്റിമെന്റ്സ് ഇട്ട് പുഴുങ്ങി ഒരു ജീവിതം ഉണ്ടാകത്തില്ല ആർക്കും. അത് നീ ഓർക്കണം. ഇത് ഇച്ചാന്റെ ഒരു അപേക്ഷയായിട്ട് കണ്ടാ മതി. ഹലോ ഹലോ, എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ. കുഞ്ഞുനെ ബേബിച്ചന്റെ തോട്ടത്തിലെ പണിക്ക് വന്ന 2 ബംഗാളി ലേബേഴ്സ് തരാന്ന് ബേബിച്ചൻ പറഞ്ഞു. അവർക്കുള്ള ബാറ്റായും ഫുഡും പിന്നെ കുറച്ച് മീൻ കുഞ്ഞുങ്ങൾ വാങ്ങാനുമേ. ജസ്റ്റ് 25,000, 20,000 രൂപ നിങ്ങൾ പിരിച്ചു തന്നാൽ മൈ ലൈഫ് ഹാപ്പി. യു നോ. ഒന്ന് പോയേ. ഓ, മനുഷ്യൻ ഭ്രാന്തെടുത്തിരിക്കുമ്പോഴാ. സോറി, യു പ്ലീസ് കാരി വുമൻ. ഹൈ, സോറി, ഐ ആം വെയിറ്റിംഗ് മൈ മീൻകുളം. യെസ്, ഐ ആം വിഷ്ണു. യു ഫിഷ് ടാഗ്. ഫിഷ് ടാഗ് ഈസ് പ്രാചി. ഓ, മൈ ഫാദർ ഈസ് ടു ഈസ് ഫിഷ് ടാഗ്. ഓക്കെ.
ഇൻഷുറൻസ് ഇട്ട് കുടുങ്ങിയ ഒരു ജീവിതം ഉണ്ടാകത്തില്ല ആർക്കും. അത് നീ ഓർക്കണം. അമ്മച്ചി ഓടി വായോ. ആൻസി, കൊല്ലു ഞാൻ നിന്നെ. നീ എന്നതായി കാണിക്കുന്നത്? കൈ വിടറോ. എന്നടി ഈ കിടന്ന് അലറുന്നേ? അമ്മച്ചി, അയ്യോ എന്റെ കർത്താവേ, എന്നെ കൊച്ചി കാണിക്കുന്നേ. കത്തിക്ക് തന്നെ. ഇതെന്നതാ അമ്മച്ചി നടക്കുന്ന എവിടെ? എത്ര ദിവസം ഞാൻ വിളിക്കുന്നു, ഫോൺ എടുക്കത്തില്ല. എന്നെ കണ്ട പൊഴിഞ്ഞു മാറുകയും ചെയ്യും. അതെന്നാത്തിനാന്ന് എനിക്ക് പറയണം. മോളെ നീ പോയി അവനൊരു ചായ എടുത്തു കൊടുക്ക്. ശരി.